മലയാള സിനിമ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ ഒരു ചിത്രമാണ് മാർക്കോ എന്നാണല്ലോ ആദ്യം മുതൽക്കേ നമ്മൾ കേട്ടിരുന്നത്. എന്തായാലും പറഞ്ഞതും കേട്ടതും എല്ലാം അക്ഷരം പ്രതി ശരിയാണ്. 100% ഒരു വയലൻസ് നിറഞ്ഞ ഒരു ചിത്രം തന്നെയാണ് മാർക്കോ. ഒരു വയലൻസ് നിറഞ്ഞ ചിത്രമാണ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ കരുതിയത് ഇപ്പോൾ ഈ മാർക്കോ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രം വില്ലൻ കഥാപാത്രത്തെ ചെയ്യാനായി മറ്റേതെങ്കിലും ഭാഷകളിൽ നിന്ന് ഒരു വില്ലൻ വരുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ അന്യഭാഷാ ചിത്രങ്ങൾ, അതായത് തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങിയ ചിത്രങ്ങളിൽ ഈ അന്യഭാഷകളിൽ നിന്നുള്ള വില്ലന്മാരാണല്ലോ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ വിജയ് ചിത്രത്തിലായാലും യശിൻ്റെ ചിത്രത്തിലായാലും ഒക്കെ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് NTRൻ്റെ സിനിമയിലായാലും ഒക്കെ ഇത് തന്നെയാണ്, അന്യഭാഷയിൽ നിന്നൊരു വില്ലനെ കൊണ്ടുവരുന്നതാണ് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ്. എന്തായാലും അതിലും നിന്നും തികച്ചും വ്യത്യസ്തമായാണ് നമ്മുടെ ഈ മാർക്കോ എന്ന ചിത്രത്തിൽ നമ്മുടെ മലയാളിയായ ഒരു നടൻ തന്നെ ഒരു ആദ്യമായി ചെയ്യുന്ന ഒരു റോള് തന്നെ ഒരു മികച്ച വില്ലൻ കഥാപാത്രമായി വന്ന അഭിമന്യു ഷമി തിലകൻ. മാർക്കോ റിലീസായി സിനിമയുടെ തുടക്കം മുതൽക്ക് തന്നെ വില്ലൻ കഥാപാത്രം ചെയ്യുന്നത് ഒരു പുതുമുഖ നടനാണ്. നമുക്കാർക്കും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി സണ്ണി വെയിൻ ആയിരിക്കും എന്ന് കരുതി. കാര്യം സണ്ണി വെയിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ തീർന്നു കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. ടൈറ്റിൽ കാർഡ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ തിയേറ്ററിൽ വിട്ട് ഇറങ്ങിയിരിക്കും ആ സമയമാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ കരുതി വീട്ടിൽ വന്നിട്ട് നോക്കാം, വിക്കിപീഡിയയിൽ നോക്കാം, ഈ സ്റ്റാർ കാസ്റ്റ് നോക്കാമല്ലോ, അങ്ങനെ നോക്കാമെന്ന് കരുതി. കണ്ട് വന്ന ശേഷം വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ, അതായത് മാർക്കോയുടെ സ്റ്റാർ കാസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പേര് കണ്ടു, അഭിമന്യു ഷമി തിലകൻ എന്നോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഷമി തിലകൻ്റെ മകനാണ് ഈ അഭിമന്യു. അപ്പോൾ ഒപ്പം തന്നെ അഭിനയ സാമ്രാട്ട് തിലകൻ്റെ ചെറുമകനും കൂടിയാണല്ലോ ഈ ഷമി തിലകൻ്റെ മകനായ ഈ അഭിമന്യു ഷമി തിലകൻ. എന്തായാലും ചിത്രം 100% പെർഫെക്ഷനിൽ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ പലരുടെയും ഈ പേര് വിവരങ്ങളൊന്നും ഇവർ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് നമുക്ക് ആരൊക്കെയാണ് ഇന്ന ഇപ്പോൾ ജഗദീഷ് ചെയ്യുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നത് നമുക്കറിയാം, ഉണ്ണിമുകുന്ദൻ ചെയ്യുന്നതറിയാം. ബാക്കിയുള്ളവരൊക്കെ അൺനോണായിട്ട് അവർ വെച്ചിരിക്കുകയായിരുന്നു, ഡിസ്ക്ലോസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമ റിലീസായപ്പോഴാണ് ആരൊക്കെയാണ് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാനും കഴിഞ്ഞത്. ശ്രീ തിലകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ തിലകൻ്റെ അച്ഛൻ ഈ സിനിമയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ തിലകൻ അഭിനയിച്ച ഏതോ ഒരു സിനിമ കണ്ടിട്ട് ഈ തിലകൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് സിനിമയിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് തിലകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ തിലകൻ്റെ ചെറുമകനായ അഭിമന്യുവിൻ്റെ അഭിനയം ഇപ്പോൾ തിലകൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കണ്ട് അങ്ങേയറ്റം സന്തോഷിക്കുമായിരുന്നു. മാർക്കോയ്ക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു എതിരാളി തന്നെയായിരുന്നു ഈ റസൽ എന്ന കഥാപാത്രം. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാനായി അഭിമന്യുവിനെ ക്ഷണിച്ചത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, തൻ്റെ കരിയറിൽ ഇത്രയും ബ്രേക്ക് ത്രൂ ആകേണ്ട ഒരു ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെക്കുറിച്ച് ഉണ്ണി മുകുന്ദന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ, ഈ അഭിമന്യു ഷമി തിലകനെ ഈ റസലിൻ്റെ കഥാപാത്രം ചെയ്യാനായി ക്ഷണിച്ചത്. എന്തായാലും ആ ക്ഷണം സ്വീകരിക്കുകയും ഈ ചിത്രത്തിൽ വന്ന് ഒരു പുതുമുഖ നടനായിട്ടുകൂടി ഒരു കനത്ത വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്ത അഭിമന്യു ഷമി തിലകൻ ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു റോള് തന്നെയാണ് ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ ചിത്രത്തിലൂടെ ഒരു മികച്ച ഒരു വില്ലൻ കഥാപാത്രവുമായി കടന്നു വന്ന മോഹൻലാലിനെ പോലെ നമ്മുടെ ഈ അഭിമന്യു ഷമി തിലകനും ഒരു മികവാർന്ന ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം വരും നാളുകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുകയും ഒരു മികച്ച നടനായി തീരുകയും ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുന്നു.